ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത്. തുടർച്ചയായ 3-ാം ഫൈനലാണ് FC ബാഴ്സലോണയോട് റയൽ മാഡ്രിഡ് പരാജയപ്പെടുന്നത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് എൽ ക്ലാസിക്കോ മത്സരങ്ങളിലെ റിസൾട്ടുകൾ ഒട്ടും ആശാവഹമല്ല. അവസാനത്തെ 6 മത്സരങ്ങളിൽ 5-ലും റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ 2 താരങ്ങളാണ് വിനീഷ്യസ് ജൂനിയറും അതുപോലെ തന്നെ ലാമിൻ യമാലും. വിനീഷ്യസ് ജൂനിയർ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്, ഒരു കിടിലൻ ഗോൾ നേടി. അതേസമയം യമാലും നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. റയലിന്റെ ബോക്സിനകത്ത് അവരുടെ ഡിഫൻസിന് നിരന്തരം തലവേദന സൃഷ്ടിക്കാൻ ലാമിൻ യമാലിന് കഴിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഡയാരിയോ സ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു ഓഡിയോ അവർ റീഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ലാമിൻ യമാലിനെ കുറിച്ച് വിനീഷ്യസ് ജൂനിയർ റഫറിയോട് പരാതി പറയുന്ന ഒരു ഓഡിയോയാണ് ഇപ്പോൾ അവർ റീഡ് ചെയ്തിട്ടുള്ളത്. അതായത് യമാൽ എപ്പോഴും ഡൈവ് ചെയ്യുന്നു, അവൻ എപ്പോഴും ഡൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് വിനീഷ്യസ് ജൂനിയർ റഫറിയോട് പരാതിയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ആ ഓഡിയോയിൽ വിനി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ യമാൽ ഡൈവ് ചെയ്യുകയാണ്, അവൻ എപ്പോഴും ഡൈവ് ചെയ്യുന്നു. ഇതാണ് ലാമിൻ യമാലിനെ കുറിച്ചുള്ള പരാതിയായി കൊണ്ട് വിനീഷ്യസ് ജൂനിയർ റഫറിയോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, യമാലിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വിനീഷ്യസ് ജൂനിയർ പലപ്പോഴും പിറകിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കളിച്ചിരുന്നു. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾക്ക് ഇരയാവേണ്ടി വന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ലാമിൻ യമാൽ. 2ഉം 3ഉം താരങ്ങളൊക്കെ ആയിരുന്നു പലപ്പോഴും യമാലിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത്. മത്സരത്തിൽ ഗോളോ അസിസ്റ്റോ നേടാൻ യമാലിന് കഴിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല രൂപത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.